ഹലോ ഗേയ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫൊക്കെ എടുക്കണമെന്നുള്ള തീരുമാനമായിരുന്നു. രാവിലെ എണീറ്റപ്പം കറണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ ഇട്ട് വന്ന് ചായയൊക്കെ കുടിക്കാൻ നേരം ഇവിടെ ഇരുന്നപ്പോഴത്തേന് കറണ്ട് പോയി. പിന്നെ ഇനിയിപ്പോൾ വെട്ടമില്ലാതെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. വെളിയിൽ നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞു. ഒരു ട്രിപ്പ് മഴ പെയ്തു. രാത്രിയൊക്കെ നല്ല മഴ പെയ്തായിരുന്നു. ഇപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ തോന്നിട്ടുണ്ട്. വീണ്ടും മഴയൊക്കെ പെയ്യുന്ന ഒരു ലക്ഷണമാണ്. കാരണം ഇന്നലെ മുതലേ മഴ പെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം പുറത്തെ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. മഴയൊക്കെ നല്ല പെയ്തുകൊണ്ടിരിക്കുകയാണ്. തുള്ളികളൊക്കെ വീഴുകൊണ്ടിരിക്കുകയാണ്. അപ്പം മക്കളൊക്കെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. മഴയൊക്കെ ഇല്ലേ, അപ്പം കിടന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. വിളിക്കാനായിട്ട് വന്നതാ, പക്ഷേ വിളിക്കാൻ തോന്നുന്നില്ല. അവരെണ്ണിച്ചിരുന്നാലും കറണ്ടും ഒന്നുമില്ല, ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും സമയം കിടന്നൊന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. അതിനായി സൈനായി നല്ല ഉറക്കമാണ്. വിളിച്ചാലും എണ്ണിക്കത്തില്ല, ചുമ്മാ കിടന്ന് വിളിച്ചിരിക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് സ്വയം എണ്ണിച്ച് വരട്ടെ. ഞാനപ്പോഴത്തേനും അടുക്കളയിൽ മറ്റു കാര്യങ്ങളിലോട്ട് പോവുകയാണ്. കറണ്ടില്ല, ഫ്ലാഷ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാനിപ്പം കാണിക്കുന്നത്. ഓരോരിപ്പോൾ ഈ വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കുക്കറിനകത്ത് വെള്ളം വെച്ചേക്കുക. കഞ്ഞി വെക്കാനാണ്. ഞങ്ങൾക്ക് 3 പേർക്കും പനിയാണ്. എനിക്കും മക്കൾക്കും പനിയാണ്. അതുകൊണ്ട് പിന്നെ രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു, കുത്തിരിക്കഞ്ഞി. അപ്പോൾ അതിന് മക്കൾക്കും ഇഷ്ടമാണ് കഞ്ഞിയൊക്കെ രാവിലെ. അപ്പോൾ ചമ്മന്തി രാത്രി ചോറിൻ്റെ കൂടെ അരച്ച് വെച്ച് ചമ്മന്തിയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ട്. പിന്നെ അച്ചാറിരിപ്പുണ്ട്. പിന്നെ പയറിട്ട് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞിക്കുള്ളതായി. അപ്പോൾ കുക്കറിനകത്താകുമ്പോൾ നോക്കുന്നത് വെള്ളം തിളച്ചിട്ടാണ് ഞാൻ അരി ഇടാറ്. അതുകൊണ്ട് വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേന് അരിയൊക്കെ ഒന്ന് എടുത്ത് കഴുകി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഈ ബോട്ടിലിനൊരു 1.5 നാഴി അരിയാണ് ഇടുന്നത്. ഇപ്പോൾ 1 നാഴി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 1/2 നാഴിയും കൂടെ എടുക്കാം. ഇപ്പം അത്രയും മതി. അപ്പം നമുക്ക് അരി കഴുകിയിടാം. നമുക്ക് അരിയൊക്കെ ഒന്ന് നന്നായി കഴുകാം. അരി കഴുകി അതിൻ്റെ അകത്തോട്ടിടാം. അപ്പോൾ കാപ്പിയൊക്കെ ദോശ അപ്പോൾ കൊന്നും അതല്ലേ, അതുകൊണ്ട് ഇന്ന് കഞ്ഞിയാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ എടുത്ത് ഈ അരി ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ അരിയെല്ലാം കഴുകി കുക്കറിലിട്ട് ഇനി ഒരു 8 വിസിലടുപ്പിച്ചിട്ട് നമ്മൾ തുറക്കത്തുള്ളൂ. നമ്മുടെ കഞ്ഞിക്ക് വിസിലൊക്കെ അടിച്ചു തുടങ്ങി. അപ്പോൾ പയറെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കുക്കറിനകത്തോട്ടിട്ട് വേവിക്കണം. അപ്പം പയറും അടുപ്പത്താക്കി കഞ്ഞി ഓഫാക്കിയായിരുന്നു. കഞ്ഞിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കഞ്ഞി ഓഫാക്കി പിന്നെ വെള്ളം തിളപ്പിച്ചിട്ടു. അപ്പോൾ പയറും അടുപ്പത്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് സെറ്റാവണം. പിന്നെ ഒക്കെ തിളച്ചിട്ട് തിരിച്ച് കഞ്ഞി കുടിക്കാം. പിന്നെ പയറും വെന്ത് തീയെല്ലാം ഓഫാക്കി വെച്ചു. അതും ഇനി തുറന്ന് നോക്കണം വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന്. അപ്പം പയറും നല്ല സെറ്റായിട്ടുണ്ട്. അതിൽ ചെറുതായിട്ടൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. പയറൊക്കെ വെന്തിട്ടുണ്ട്, സൂപ്പറായിട്ട് പയറൊക്കെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കഞ്ഞിയുടെ ആവശ്യത്തിന് കുറച്ചെടുക്കും, ബാക്കി ഞാൻ എടുത്ത് മാറ്റി വെക്കും. ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് മക്കൾക്ക് കൊടുക്കും, നല്ലതല്ലേ. ഇത്രയും വേണ്ട. ഇപ്പോൾ കഞ്ഞിക്ക് ഇത് ഒരുപാട് ഇങ്ങനെ വെച്ചിരുന്നാലും ഇതിന് ഇതായിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് പയറിന് മാറ്റി കുറേ കഞ്ഞിക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് മക്കൾക്ക് ഒരു കഴിക്കാനായിട്ട് ഒരു സ്നാക്സായിട്ടൊക്കെ കഴിക്കാൻ കൊടുക്കും, നല്ലതാണ്. ഞാനത് ഇതിനകത്ത് ഒരു കണ്ണാപ്പയ്ക്കകത്ത് തട്ടിയിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറിച്ചിട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ കഞ്ഞിക്ക് ഇച്ചിരി വെള്ളത്തിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത്
അപ്പോൾ ഞാൻ കഞ്ഞിയെല്ലാം കുടിച്ചോണ്ടിരുന്നപ്പോൾ സൈന ഫോണൊക്കെ എടുത്ത് വെച്ചോണ്ട് വന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് മാറി. അപ്പോൾ ഗീസ് പിന്നെ ഞാനും കഞ്ഞി കുടിച്ചു. പിന്നെ മഴയൊക്കെ ഇങ്ങനെ തോന്നിക്കുന്ന സമയമാണിപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ബാലൻസ് പയർ മാറ്റി വെച്ചത്, അത് ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു സ്നാക്സ് ആക്കി ശർക്കരയും തേങ്ങായും പിന്നെ എൻ്റെ കൂടെ ഒരു ഐറ്റം കൂടെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിലാണ്, അവരെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെൽത്തിയാണ്. എൻ്റെ ഏലക്കൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ അധികം ചേർത്തില്ല. നമ്മുടെ അവിൽ പയർ സ്പെഷ്യൽ മോനുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ആ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്, സൂപ്പർ. ഒരുപാട് പിന്നെ മഴയൊക്കെ തോന്നിയിരിക്കുന്ന ഒരു സമയമായ പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം ഈ മഴയൊക്കെ പെയ്തിട്ടിരിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൻ്റെ മുടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുടിയുടെ ഉടക്കയൊക്കെ എടുത്ത് മുടിയൊന്ന് ചീപ്പി കൊടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുമായിരുന്നു. മുടി പൊടിയുന്ന ഞങ്ങൾ കാണണമെങ്കിൽ ചെയ്യാനല്ലോ ഭയങ്കര ഹെയർ ഫോളിങ് പ്രോബ്ലമാണ്. ഞാനിവിടെ തേക്കുന്നത് കാച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ടി വിയുടെ ഒക്കെ സൗണ്ടായിരുന്നു, ടി വി ഇട്ടേക്കുന്ന സൗണ്ട്. പിന്നെ കുറച്ച് ഹെയർ മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തു, അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. നമുക്കൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. ഗസ്റ്റ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗസ്റ്റിനെ. ഇതാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ ഈ സർക്ക് കഴിഞ്ഞിട്ട് നമ്മളൊരു ചലഞ്ച് വീഡിയോ ചെയ്തായിരുന്നു, അത് ഉടനെ നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും, എല്ലാവരും കാണുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചായിരുന്നു. അപ്പ ഗൈസ് ഞാനിവിടെ ഉണ്ട്, ഞാൻ ചായ കുടിക്കുവാണ്, അമ്മായി ഇവിടെ ഉണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ആര്യ പിന്നെ വീട്ടിലോട്ട് പോയി. അവളുടെ വീട് കൊണ്ട് അതാണ് കേട്ടോ, അതവൾ പറയുമായിരുന്നു. അതുകൊണ്ട് അത്ര ദൂരമൊന്നും ഇല്ലാണ്ട് ഈ ഒരു മതിൻ്റെ അപ്പുറത്താണ് അവളുടെ വീട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.